നമസ്കാരം. ഇൻക്ലൂസീവ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഓരോരുത്തരിലും നിക്ഷിപ്തമായിട്ടുള്ള കഴിവുകൾ കണ്ടെത്തി വളർത്തിയെടുക്കുവാനുള്ള അവസരം ലഭിക്കുമ്പോഴാണ് ഭിന്നശേഷിക്കാരായ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ജീവിത വിജയം നേടാനാകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അഭിപ്രായപ്പെട്ടു. എറണാകുളം അങ്കമാലി അതിരൂപത സാമൂഹ്യ പ്രവർത്തന ഭാഗമായ സഹൃദയുടെ നേതൃത്വത്തിലുള്ള ഇൻക്ലൂസീവ് ഓർഗ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ന്യൂറോ ഡൈവർജന്റ് ആയ വ്യക്തികൾക്ക് IT പരിശീലനം നൽകി വിവിധ തൊഴിൽ സ്ഥാപനങ്ങളിൽ ജോലി ഉറപ്പാക്കുന്നതിനായി 8 ജില്ലകളിലെ 10 കേന്ദ്രങ്ങൾ സംഘടിപ്പിച്ച 10 മാസം നീണ്ടുന്ന പരിശീലനത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഓൺ വൊക്കേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആദ്യമായിട്ടാണ് ഈ ആസ്ഥാനത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിച്ചേരുന്നത്. അത് ഇത്രയും മാതൃകാപരമായിട്ടുള്ള വളരെ ഹൃദ്യമായിട്ടുള്ള ഈ പരിപാടിയിലാണ് എന്നുള്ളതിൽ വളരെയധികം സന്തോഷവുമുണ്ട്. സമൂഹത്തിലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക്, വിദ്യാർത്ഥികൾക്ക് അവർക്ക് മുഖ്യധാരയിലേക്ക് കടന്നു വരുവാനായിട്ട് ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭിന്നശേഷി എന്ന് പറയുമ്പോൾ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ഒക്കെ കണ്ടെത്തി അത് വളർത്തുവാൻ ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ സമൂഹത്തിൽ ജനിച്ചു വീഴുന്ന എല്ലാ വ്യക്തികളും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളുള്ളവരായിരിക്കും, ഒരു സംശയവുമില്ല. ആ കഴിവ് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള കൃത്യമായ പരിശീലനം. 5ാമത് ബാച്ചിൽ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ 58 പേർക്ക് അദ്ദേഹം സർട്ടിഫിക്കറ്റുകൾ നൽകി. പുനരുന്നി സഹൃദയ ഒട്ടുത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഉമാ തോമസ് MLA അധ്യക്ഷയായിരുന്നു. ഭിന്നശേഷിക്കാരോട് ഒപ്പം നടക്കാനും അവരെ ഒപ്പം നടത്താനും സമൂഹത്തെ ബോധവൽക്കരിക്കാൻ സഹൃദയ നടത്തുന്ന ശ്രമങ്ങൾ പ്രശംസനീയമാണെന്ന് അവർ പറഞ്ഞു. എറണാകുളം അങ്കമാലി രൂപതയുടെ കീഴിലുള്ള സഹൃദയ ധർമ്മനം ഏറ്റവും ഒരു മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നത് എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനു മുമ്പും ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ ഞാനിവിടെ ഒരുപക്ഷെ ഈ സഹൃദയയുടെ ബിൽഡിങ്ങിൽ നിന്ന് പോയ ദിവസങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതുപോലെ എല്ലാ ദിവസവും ജോസച്ചൻ ഉണ്ടായിരുന്നപ്പോൾ ചെറിയ ചെറിയ പരിപാടികൾ മുതൽ വലിയ വലിയ പരിപാടി വരെ എല്ലാ പരിപാടികൾക്കും ഞാൻ ഭാഗവാക്കായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഇൻക്ലൂസീവ് ചീഫ് ഡിജിറ്റൽ അഡ്വൈസർ റോബിൻ ടോമി മുഖ്യപ്രഭാഷണം നടത്തി. ഒരിക്കല് ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള ഒരു മെൻ്റൽ റീട്ടാർഡേഷൻ സെൻറ്റർ, അതായത് നമ്മുടെ പാങ്ങാപ്പാറയിലുള്ള ഒരു മെൻ്റൽ റീട്ടാർഡേഷൻ സെൻറ്റർ ഞങ്ങൾ പോയി സന്ദർശിക്കുകയും CSRൻ്റെ ഭാഗമായിട്ട് TCSൻ്റെ CSRൻ്റെ ഭാഗമായിട്ട് അവിടെ പോയി സന്ദർശിക്കുകയും അവിടെ ഞങ്ങൾ സന്ദർശിക്കുമ്പോൾ ഞങ്ങൾ കുറേ മുട്ടായിയും ലഡുവും അതുപോലെ മധുരപലഹാരങ്ങളും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. കുട്ടികളെ കാണുകയും അവിടുത്തെ മാതാപിതാക്കളെ കാണുകയും അന്ന് ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യമാണ്, നമുക്ക് എന്താണ് ഈ പറയുന്ന മേഖലയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന, അറ്റ്ലീസ്റ്റ് ഈ ചെയ്യുന്ന റിസർച്ച് എങ്ങനെ നമുക്ക് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ടാറ്റയെ സംബന്ധിച്ചിടത്തോളം എന്ന്. കാലങ്ങൾ കടന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ വായിക്കുമ്പം എന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖല, അത് എസ്പെഷ്യലി കമ്പ്യൂട്ടർ മേഖല എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇന്നോവേഷനുകൾ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ശരിക്കും ഭിന്നശേഷി മേഖലയിൽ നിന്നുള്ളവരാണ്. സഹൃദയ ഡയറക്ടർ ഫാദർ ആന്റണി പുതിയപറമ്പിൽ പുനരധിവാസ പരിശീലന മറ്റ് പരിപാടികളുടെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ന്യൂറോ ഡൈവർജൻ്റ് ആയിട്ടുള്ള കുട്ടികളുടെ IT സ്കില്ലിങ്ങിൻ്റെ 5ാമത്തെ ബാച്ചിൻ്റെ ഈ കോൺവൊക്കേഷൻ പ്രോഗ്രാം ഇന്നിവിടെ നടത്തുക. ജോയിന്റ് ഡയറക്ടർ ഫാദർ ജിനോ ബന്നിക്കുളങ്ങര, കൊച്ചി നഗരസഭാ കൗൺസിലർ ദിവ്യ രാജേഷ്, സെല്ലീസ് HR ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോർജ് കുര്യൻ, ഡിസബിലിറ്റി പ്രൊഫഷണൽ ധന്യ രവി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഈ പദ്ധതി വഴി നൽകിയ പരിശീലനത്തിലൂടെ ന്യൂറോ ഡൈവർജന്റ് ആയ 90 പേർക്ക് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ഉറപ്പാക്കാൻ കഴിഞ്ഞെന്ന് സഹൃദയ ഡയറക്ടർ ആന്റണി പുതിയപറമ്പിൽ അറിയിച്ചു. കൊച്ചി.